അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ജോബ് 800 mm ഔട്ട്സൈഡും 3 mm തിക്നെസ്സും ഉള്ളത് 500 mm നീളത്തിലുള്ളത് നാം ജോബ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാവശ്യമായ ഡെവലപ്മെന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴാണ് അവിചാരിതമായി വീഡിയോ നിന്ന് പോയത്. ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തുടർന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ബെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഒരിക്കലും 800 അല്ല, 794 പറഞ്ഞു. അതിനുശേഷം ബി എന്ന് എഴുതിയിട്ടുണ്ട്, ബെൻഡിങ് ആണ്. വീണ്ടും ഒരു 794, വീണ്ടും ഇവിടെ ഒരു ബെൻഡിങ് ആണ്. വീണ്ടും 794, വീണ്ടും ഇവിടെ ബെൻഡിങ് ആണ്. അതിനുശേഷം ഒരു 794 കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റാം. ഈ നീളം 500 ആണെന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാം, 500 നീളത്തിലുള്ളത്. അപ്പോൾ ഇപ്രകാരമുള്ളൊരു ഡെവലപ്മെന്റിലൂടെ നമ്മൾ ബെൻഡ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ജോബ് ഇപ്രകാരമായിരിക്കും. അതിൻ്റെ പ്ലാൻ ഇപ്രകാരമായിരിക്കും. അതിൻ്റെ ഇൻസൈഡ് എപ്പോഴും ഷാർപ്പ് എൻഡ് ആയിരിക്കും, ഔട്ട്സൈഡ് കേർവ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 800 ഔട്ട്സൈഡ് വരുന്ന രീതിയിൽ 3 mm തിക്നെസ്സിൽ നമുക്ക് പ്ലേറ്റ് ബെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് ടു ഇൻസൈഡ് 794 ആയിരിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു വരാൻ കാര്യം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ക്വയർ ടു റൗണ്ട് ജോബ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്ക്വയർ ടു റൗണ്ട് ജോബിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് തിക്നെസ് കൺസിഡർ ചെയ്യാതെ, തിക്നെസ് പരിഗണിക്കാതെ 800 എന്നുള്ള സമചതുരവും അതിൻ്റെ ഉള്ളിലുള്ള 400 ഡയമീറ്റർ ഉള്ള റൗണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 400 ഡയമീറ്റർ ഉള്ള റൗണ്ട് ഗ്രൗണ്ടിലുള്ള ഫ്ലോർ ലെവലിലുള്ള 800 എന്ന സമചതുരത്തിൽ നിന്ന് 500 mm വെർട്ടിക്കൽ ഹൈറ്റ് പൊങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു. 500 mm ലംബമായ ഉയരത്തിൽ പൊക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 800 എന്നുള്ള മെഷർമെൻറ്റും 400 എന്നുള്ള മെഷർമെൻറ്റും 500 എന്നുള്ള മെഷർമെൻറ്റും ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഔട്ട്സൈഡ് മെഷർമെൻ്റ് ആയിരിക്കുകയില്ല. പകരം അത് ബെൻഡിങ്ങിൻ്റെ സ്ഥലത്ത് അത് ഇൻസൈഡ് മെഷർമെൻ്റായി മാറും എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സമചതുരം വരച്ചത്. അതുപോലെ ബെൻഡിങ്ങിന്റെ ഭാഗത്ത്, ഷാർപ്പ് ബെൻഡിങ്ങിന്റെ ഭാഗത്ത് ഇൻസൈഡ് മെഷർമെന്റായി മാറും എന്ന് പറഞ്ഞതുപോലെ റൗണ്ട് ഷേപ്പിന്റെ ഭാഗത്ത് ഈ 400 ഡയ എന്ന് പറഞ്ഞത് മീഡിയം ഡയമീറ്ററായി മാറും. അതുകൂടി ഞാൻ പറഞ്ഞതിന് ശേഷം ഈ ജോബ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ ഈ ഡെവലപ്മെന്റ് ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ 800 ഔട്ട്സൈഡും 3 mm തിക്നെസ്സും 500 നീളവും ഉള്ളതിന്റെ ഡെവലപ്മെന്റ് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൻഡിങ്ങിനുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും 800 അല്ല, 794 മാർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇന്നും പറഞ്ഞു, ഇന്നലെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 800 എന്നുള്ളത് ഔട്ട്സൈഡാണ്, 794 എന്നുള്ളത് ഇൻസൈഡാണ്, 3 mm തിക്നെസ്, 500 നീളം. ഈ രീതിയിൽ ഉണ്ടാക്കാൻ ആവശ്യമായ ഡെവലപ്മെന്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഏത് മെഷർമെന്റ് ആയാലും, ഇപ്പോൾ നമ്മൾ തിക്നെസ് കൺസിഡർ ചെയ്യാതെ സ്ക്വയർ ടൈപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മെഷർമെന്റ് ആണോ ആ മെഷർമെന്റ് ഇൻസൈഡ് മെഷർമെന്റായി മാറുമെന്ന് പറഞ്ഞു. ഇനി റൗണ്ട് ഷേപ്പിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൗണ്ട് ഷേപ്പിന്റെ സ്ഥലത്ത് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് ഈ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണമായിട്ട് വേറൊരു സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് നമുക്ക് എടുക്കാം. ഇതിന്റെ പ്ലാനാണ് വരച്ചിരിക്കുന്നത്. 4 mm തിക്നെസ്സുള്ള ഒരു പ്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കരുതുക. 4 mm തിക്നെസ് കൊണ്ട് ഒരു ഷെല്ല് വളച്ചെടുക്കുകയാണെന്ന് കരുതുക. അതിന്റെ ഓടിയായിട്ട് 400 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ പെരിമീറ്റർ എടുക്കുമ്പോൾ ഡെവലപ്മെന്റിന് നമുക്ക് ടോട്ടൽ ലെങ്ത് ഉണ്ട്, ടോട്ടൽ വിഡ്ത്ത് ഉണ്ട്. ഇതിനും പെരിമീറ്റർ എടുക്കുമ്പോൾ ടോട്ടൽ ലെങ്തായി, ഞാനിവിടെ വിഡ്ത്ത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതിന് 500 mm ലെങ്ത് എന്ന് പറഞ്ഞതുപോലെ ഇതിനെത്ര ലെങ്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇതും 500 എന്ന് കരുതിക്കൊള്ളൂ. അതെങ്ങനെയെങ്കിലും ആകട്ടെ, നമുക്ക് പെരിമീറ്റർ ആണല്ലോ, ചുറ്റളവാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഈ ഓടി 400-ഉം 4 തിക്നെസ്സും ഉണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഇതിന് മുമ്പുള്ള
പല വീഡിയോകളിലും എപ്പിസോഡുകളിലും ഞാൻ നിങ്ങളോട് പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പെരിമീറ്റർ പി കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല പൈ ഡി അല്ലെങ്കിൽ 2 × പൈ × r ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് അതിൻ്റെ കണക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതിൽ പി = പൈ ഡി, പി എന്ന് പറഞ്ഞാൽ പൈ ആണെന്ന് നമുക്കറിയാം, സോറി പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണെന്ന് നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണെന്ന് അറിയാം. ഏത് ഡയമീറ്റർ നമ്മളിവിടെ ഈ ഡാഷ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് എഴുതണം. ഇവിടെ ഒ ഡി ഔട്ടർ ഡയമീറ്റർ ആണ്, ഞാൻ 400 എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 400 എന്നാണോ എഴുതേണ്ടത്? അല്ല. എന്തുകൊണ്ട്? ഒ ഡി ആണിത്, ഔട്ടർ ഡയമീറ്റർ ആണ് 400. ഇന്നർ ഡയമീറ്റർ എത്രയായിരിക്കും? ഔട്ടർ ഡയമീറ്ററിന് ഒരു 4 ഇവിടെയും കുറക്കണം, ഒരു 4 ഇവിടെയും കുറക്കണം. അപ്പോൾ 8 mm കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഇന്നർ ഡയമീറ്റർ, ഞാനിവിടെ ഇന്നർ ഡയമീറ്റർ എഴുതിയിട്ടില്ല, ഇന്നർ ഡയമീറ്റർ എത്രയായിരിക്കും? 4 4 8 കുറക്കുമ്പോൾ 392 വരും. അപ്പോൾ പൈ ഡിയിൽ പൈയുടെ വില നമ്മൾ എഴുതി, ഡിയുടെ വില എഴുതുമ്പോൾ 400 അല്ലെന്ന് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അതോടൊപ്പം ഐ ഡി ആയ 392 എഴുതേണ്ടത്. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു പ്ലേറ്റ് റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്സൈഡിലുള്ള മെറ്റീരിയലുകൾ അകലാൻ തുടങ്ങും, അകലും. ഉള്ള മെറ്റീരിയലുകൾ ഏത് ലെവലിൽ നിൽക്കുന്നു അതിൽ നിന്ന് അകലാൻ തുടങ്ങും. അതോടൊപ്പം ഇൻസൈഡിലുള്ള മെറ്റീരിയലുകൾ, ഐഡിയിലുള്ള മെറ്റീരിയലുകൾ, അത് ഏത് പൊസിഷനിൽ നിന്നോ അതിൽ നിന്ന് അടുക്കാനും തുടങ്ങും. അപ്പോൾ ഔട്ട്സൈഡിലുള്ള മെറ്റീരിയലിൻ്റെ ഡയമീറ്റർ വെച്ച് നമ്മൾ പെരിമീറ്റർ കണക്കാക്കിയാൽ അത് ശരിയാവുകയില്ല. കാരണം ആ മെറ്റീരിയലെല്ലാം റോളിങ്ങിന് ശേഷം ഔട്ട്സൈഡിലോട്ട് അകന്നു പോകുന്നവയാണ്. ഇൻസൈഡിലുള്ളവയും ശരിയാവുകയില്ല, അവ റോളിങ്ങിന് ശേഷം പരിപൂർണമായിട്ടും ഇൻസൈഡിലോട്ട് അടുത്ത് വരുന്നവയാണ്. പിന്നെ ഏത് മെഷർമെന്റ് നമ്മൾ എടുക്കും? ഔട്ട്സൈഡുമല്ല ഇൻസൈഡുമല്ലാത്ത ഒരു മെഷർമെന്റ്, ഇവയ്ക്ക് ഇടയിലുള്ള മെഷർമെന്റ്, അതിന് സാധാരണ പറയുന്നത് മീഡിയം ഡയമീറ്റർ എന്നാണ്. ഇത് ഔട്ട്സൈഡ് ഡയമീറ്റർ ആണെങ്കിൽ, ഇത് ഇൻസൈഡ് ഡയമീറ്റർ ആണെങ്കിൽ, ഇത് ഈ രണ്ടിനും ഇടയിലുള്ള ഡയമീറ്റർ ആണ് മീഡിയം ഡയമീറ്റർ. ആ മീഡിയം ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് ആ മെഷർമെന്റിൽ വേണം ഡെവലപ്മെന്റുകൾ ചെയ്യാൻ. ഓക്കെ, ഞാനിവിടെ അത് മനസ്സിലാക്കി തരാൻ സെന്ററിലും കൂടി ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ഒ ഡി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതല്ല പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ പൈ ഡി എന്നുള്ള ഫോർമുലയുടെ കൂടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ ഐ ഡി എന്ന് എഴുതിയിരിക്കുന്നത് ഉള്ളിലുള്ള റൗണ്ടിന്റെ ഡയമീറ്റർ. അതുമല്ല ചെയ്യേണ്ടത്, കാരണം ആ മെറ്റീരിയലും റോളിങ്ങിന്റെ ഇടയിൽ ഇൻസൈഡിലേക്ക് വന്ന് അടുത്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. മെറ്റീരിയൽ അകലാനോ മെറ്റീരിയൽ ഉള്ളിലോട്ട് വലിയാനോ ഇടവരാതെ അതേ മെറ്റീരിയൽ അതേ നീളത്തിൽ നിൽക്കുന്നത് ഉള്ളിലുള്ള എം ഡി മീഡിയം ഡയമീറ്റർ എന്നുള്ള മീഡിയം ഡയമീറ്റർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൈ ഡി കണക്കാക്കുമ്പോൾ ഒരിക്കലും ഒ ഡി വെച്ചല്ല കണക്കാക്കേണ്ടത്, ഐ ഡി വെച്ചല്ല കണക്കാക്കേണ്ടത്, പകരം എം ഡി വെച്ചാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പി = പൈ ഡി എന്നുള്ള ഫോർമുലയിൽ പി = പൈ × ഡി, പൈ നമ്മൾ 3.14 എന്നുള്ള വില ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതി. ഇനി ഡിയുടെ സ്ഥലത്ത് ഒരിക്കലും ഒ ഡി അല്ല എഴുതേണ്ടത്, ഐ ഡി അല്ല എഴുതേണ്ടത്, എം ഡി ആണ് എഴുതേണ്ടത്. ഇതിന്റെ എം ഡി എത്രയായിരിക്കും? 400ൽ നിന്ന് അതിന്റെ തിക്നെസിന്റെ പകുതിയായി 2 ഇവിടെയും കുറക്കണം, തിക്നെസിന്റെ പകുതിയായി 2 ഇവിടെയും കുറക്കണം. അപ്പൊ മൊത്തം 4 mm കുറക്കുമ്പോൾ 400ൽ നിന്ന് 4 mm കുറക്കുമ്പോൾ 396 വരും. അപ്പോൾ ഒ ഡി 400 ആണെങ്കിൽ 4 mm തിക്നെസിന്റെ ഐ ഡി 392 ആയിരിക്കും, 4 mm തിക്നെസിന്റെ എം ഡി 396 ആയിരിക്കും. പി കണ്ടുപിടിക്കുമ്പോൾ, പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ, ചുറ്റളവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡിയുടെ സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടത് 396 ആണ്. നിങ്ങളേവരും നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, എന്നിട്ട് ഈ പെരിമീറ്റർ കണ്ടുപിടിക്കുക. പി = പൈ ഡി എന്നുള്ള ഫോർമുല ഉപയോഗിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങളിത് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ കൈവശം എപ്പോഴും ഒരു നോട്ട്ബുക്കും ഒരു പെന്നും ഒരു കാൽക്കുലേറ്ററും
വരയ്ക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സും ട്രാക്ടറും കോമ്പസും എല്ലാം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞത് വീണ്ടും അതിന്റെ ആവശ്യകത ആവർത്തിക്കുന്നില്ല. അപ്പോൾ മുമ്പ് കഴിഞ്ഞ പേജിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഇതിൽ വിശദമായി എഴുതിയിരിക്കുന്നുണ്ട്. OD ആണിത്, ഡയമീറ്റർ 400. ഈ എഴുതിയിരിക്കുന്നത് ID ആണ് 392. കാരണം 4 തിക്നെസ് കുറഞ്ഞു, ഇവിടെ 4 തിക്നെസ് കുറഞ്ഞു. അപ്പോൾ ഇത് MD ആണ്, അതായത് ഔട്ട്സൈഡിലുള്ള മെഷർമെന്റ് ഡയ അല്ല, ഇൻസൈഡിലുള്ള ഡയ അല്ല, ഇൻ ബിറ്റ്വീനിലുള്ള മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഡയമീറ്റർ ആണ്. അത് 396. പൈഡി കൂട്ടുമ്പോൾ ഡിയുടെ സ്ഥാനത്ത് 396 എഴുതുന്നുണ്ട്. അപ്പോൾ P=π×D എന്ന് എഴുതിയിട്ടുണ്ട്. P=πയുടെ വില 3.4 എന്ന് എഴുതിയിട്ടുണ്ട്. ഡിയുടെ വിലയായിട്ട് നമ്മൾ എഴുതുന്നത് 396 ആണ്. ഒരിക്കൽ 400 അല്ല, 392 അല്ല. അപ്പോൾ P നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 1244.1. P=π ഇൻറ്റു 396 സിക്കൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1244.1 എന്നുള്ളതാണ് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, 1244.1 എന്നുള്ള ഉത്തരം കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഇതിന്റെ കാര്യം തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞത്, ഈ സ്ക്വയർ റൗണ്ട് ജോബ് നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ, തിക്നെസ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ 400 ഡയ എന്നുള്ളത് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ 400 എന്നുള്ള മെഷർമെന്റ് MDയുടെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. കാരണം നമ്മൾ തിക്നെസ് ഇവിടെ കണക്ക് കൂട്ടുന്നില്ല. തിക്നെസ് കണക്ക് കൂട്ടാത്തത് നിങ്ങളെ പഠിപ്പിക്കുന്ന അവസരമാണെന്നുള്ളതും, നിങ്ങൾ ഗഹനമായ കാൽക്കുലേഷനുകളിലേക്ക് ഇനിയും പോകുമ്പോഴേ തിക്നെസ് കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കുകയുള്ളൂ. കാരണം ഒന്നാമത്തെ സ്ക്വയർ റൗണ്ടുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ എപ്പിസോഡാണിത്. എൻ്റെ ഫാബ്രിക്കേറ്റഡ് കോൺസ് മലയാളം എപ്പിസോഡിലെ 25ാം എപ്പിസോഡാണെങ്കിലും, എൻ്റെ 285ാമത്തെ വീഡിയോ ആണെങ്കിലും സ്ക്വയർ ടു റൗണ്ട് ജോബിൻ്റെ ഡെവലപ്മെൻറ്റുകളിൽ ആദ്യത്തേതാണ്. അപ്പോൾ തിക്നെസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാതെ, പരിഗണിക്കാതെ ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ 400 എന്നുള്ള മെഷർമെൻറ്റ് ഡയ നമ്മൾ ഈ ജോബ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് അതിൻ്റെ OD ആയിരിക്കുകയില്ല, ID ആയിരിക്കുകയില്ല, MD ആയിരിക്കും. ഇനി ഈ 800 എന്നുള്ള മെഷർമെന്റ് നമ്മൾ ഈ ജോബ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ ഔട്ട്സൈഡ് മെഷർമെന്റ് ആയിരിക്കുകയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ ചതുരം വരച്ച് നിങ്ങളെ പറഞ്ഞു തന്നു. കാരണം ബെൻഡ് ചെയ്യുന്ന മെഷർമെന്റ് ഇൻസൈഡ് മുതൽ ഇൻസൈഡ് ആണ്. അപ്പോൾ അത് 794 ആണെന്ന് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ പഠിക്കാൻ വേണ്ടി തിക്നെസ് ഇപ്പോൾ കട്ടി എത്രയാണെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടല്ല ചെയ്യുന്നത്. അത് തിക്നെസ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും, ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പഠിച്ചതിന് ശേഷം, അതിൽ എക്സ്പെർട്ട് ആയതിനു ശേഷം ഇതേ ജോബ് തന്നെ നമ്മൾ തിക്നെസ്സിൽ എങ്ങനെ കണക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഈ ഡെവലപ്മെന്റിനെ കുറിച്ച് മനസ്സിലായി, ഈ കാര്യം മനസ്സിലായി, റൗണ്ടിന്റെ കാര്യം മനസ്സിലായി, MD സംബന്ധമായിട്ട് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം അവ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 1244.1 എന്നുള്ള മെഷർമെന്റ് മനസ്സിലായി. നമുക്കപ്പോൾ ഇനി ജോബിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം കൂടി തിക്നെസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 12mm തിക്നെസ് കൊണ്ടുള്ള സ്ക്വയർ ടു റൗണ്ട് ജോബാണെന്ന് കരുതുക. 12mm തിക്നെസ്സും 800 ഇൻസൈഡ് ടു ഇൻസൈഡ് വരുന്നത്. അപ്പോൾ ഈ ജോബിനെ സംബന്ധിച്ച് 800 ഇൻസൈഡ് ടു ഇൻസൈഡ് ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ ഔട്ട്സൈഡ് ടു ഔട്ട്സൈഡ് എത്ര വരും? 800ഉം ഇവിടുത്തെ ഒരു 12mm ഇവിടുത്തെ ഒരു 12mm കൂടി 800 പ്ലസ് 12 പ്ലസ് 12 വരും ഇതിന്റെ ഔട്ട്സൈഡ് മുതൽ ഔട്ട്സൈഡ്. 12mm തിക്നെസ്സിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. ഇത് വേറൊരു കാര്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, ഈ പ്ലാനിന്റെ എലിവേഷൻ ആണല്ലോ ഇത് വരച്ചിരിക്കുന്നത്. ഈ എലിവേഷനിൽ 400 MD ആയിരിക്കും നമ്മുടെ ജോബ് ആവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം നോക്കുക, ഈ MD എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഭാഗത്തെ പ്ലേറ്റും
ഈ ഭാഗത്തെ പ്ലേറ്റും ചെന്ന് അവസാനിക്കുന്ന കോർണറായ ഈ കോർണർ മുതൽ ഈ കോർണർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ല എം ഡി എന്ന് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം അതിന്റെ ഈ പ്ലേറ്റ് ചെന്ന് അവസാനിക്കുന്ന ഇൻസൈഡ് ഭാഗമായി ഇവിടം മുതൽ ഈ പ്ലേറ്റ് ചെന്ന് അവസാനിക്കുന്ന ഇൻസൈഡ് ഭാഗം ഇവിടം വരെയുള്ള മെഷർമെന്റുമല്ല എം ഡി എന്ന് എഴുതിയിരിക്കുന്നത്. അതിന് രണ്ടിനും ഇടയിൽ ഡോട്ടഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈനാണ് ഞാൻ എം ഡി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, 400 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ജോബ് പ്ലാനിൽ കാണുന്ന പ്രകാരം 800 എന്നുള്ള മെഷർമെന്റ് നിങ്ങൾ എത്ര തിക്നെസ്സിൽ ചെയ്താലും ശരി, നിങ്ങൾ 12 തിക്നെസ് അല്ല, ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന് 12 എന്ന് പറഞ്ഞേ ഉള്ളൂ, 6 mm തിക്നെസ്സിനായാലും 4 mm തിക്നെസ്സിനായാലും 20 mm തിക്നെസ്സിനായാലും ഏത് തിക്നെസ്സിനായാലും നിങ്ങൾ ഈ തിക്നെസ് കൺസിഡർ ചെയ്യാതെ, ഇപ്പോൾ പറഞ്ഞ പ്രകാരം തിക്നെസ് കൺസിഡർ ചെയ്യാതെ ചെയ്യുമ്പോൾ അതിന്റെ ബെൻഡിങ്ങും റോളിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ബെൻഡിങ് എന്ന് നമ്മൾ പറയുന്നത് ഷാർപ്പ് എൻഡ് ബെൻഡിങ്ങുകളെയാണ്, അല്ലെങ്കിൽ ഷാർപ്പ് എൻഡ് ബെൻഡിങ്ങുകൾ വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വി ബ്ലോക്കും പഞ്ചുമുള്ള സിസ്റ്റത്തെയാണ്. വി ബ്ലോക്കും ആ വാക്ക് തിരിച്ചറിയുക, വി ബ്ലോക്ക്, അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ വിശദവിവരങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ പറയാം. വി ബ്ലോക്കും പഞ്ചും കൊണ്ട് ഉള്ള ബെൻഡിങ്ങാണ് നാം സാധാരണ ഷാർപ്പ് എൻഡ് ബെൻഡിങ്ങുകൾ എന്ന രീതിയിൽ പറയുന്നത്. എന്നാൽ റോളിംഗ് എന്ന് പറയുമ്പോൾ 3 തരം ഷാഫ്റ്റുകൾ, അതിൽ 2 താഴെയാണെങ്കിൽ 3ാമത്തെ ഒരെണ്ണം ഈ 2 പ്ലേറ്റുകൾക്കും അതിന് ഇടയിൽ ഈ 2 പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നതിന്റെ മുകളിൽ നിന്ന് പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഷാഫ്റ്റാണ് 3ാമത്തെ ഷാഫ്റ്റ്. അങ്ങനെ 3 ഷാഫ്റ്റുകൾക്കിടയിൽ റോളായി വരുന്നതിന്, കൃത്യം സർക്കുലർ ഷേപ്പിൽ റോളായി വരുന്നതിനാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 800 എന്നുള്ള മെഷർമെന്റിനെ വരുത്താൻ നമുക്ക് ബെൻഡിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ 400 എന്നുള്ള മെഷർമെന്റ് വരുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ റോളിംഗ് ആണ് കൂടുതലും വരുന്നത്. കാര്യം ചിലപ്പോൾ റോളിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബെൻഡിങ് മെഷീനിൽ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. എന്നാൽ പോലും ഈ ഭാഗത്ത് നമ്മൾ റോളിംഗ് എന്നുള്ള പേരിനും പഠിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് ബെൻഡിങ്ങിന് ബെൻഡിങ് എന്നുള്ള പേരിലും നമുക്ക് പറയാം. അപ്പോൾ ഈ ജോബ് ഉണ്ടാക്കി കഴിയുമ്പോൾ എത്ര തിക്നെസ് ആയാലും, 12 mm തിക്നെസ് ആയാലും 6 mm തിക്നെസ് ആയാലും 24 mm തിക്നെസ് ആയാലും കൂടിയ തിക്നെസ് ആയാലും കുറഞ്ഞ തിക്നെസ് ആയാലും 1 mm തിക്നെസ് ആയാലും 1 mm കുറഞ്ഞ തിക്നെസ് ആയാലും അതിന്റെ ബെൻഡിങ്ങിന്റെ ഭാഗമായ